മിഷണറിമാരുടെ കാലുകൾ പതിഞ്ഞ മല്ലപ്പള്ളി കൈപ്പറ്റ. ഇവിടെ ഉണ്ടാക്കിയ ഷെഡ് അത് കത്തിച്ചു കളഞ്ഞു. യേശുവിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച ആ മനുഷ്യനും ആ മിഷണറിമാരും പിന്മാറിയില്ല. എൻ്റെ ഇമോഷൻസിനെ മറച്ചു വെക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ കൈപ്പറ്റ പള്ളിയുടെ അങ്കണത്തിലെത്തിയിരിക്കുകയാണ്. മല്ലപ്പള്ളി കൈപ്പറ്റ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം. മിഷണറിമാരുടെ കാലുകൾ പതിഞ്ഞ മല്ലപ്പള്ളി കൈപ്പറ്റ. ചരിത്രം പരിശോധിക്കുമ്പോൾ മദ്രാസിലെ ആംഗ്ലിക്കൻ ബിഷപ്പിന്റെ ചാപ്ലേൻ ആയിരുന്ന റവറൻ TG റാഗ്ലൻഡ് 1850 തിരുവിതാംകൂറിൽ സന്ദർശനം നടത്തിയപ്പോൾ CMS മിഷണറി കേന്ദ്രങ്ങളിലെല്ലാം അതിഥിയായി താമസിച്ചിരുന്നു. മല്ലപ്പള്ളിയിലെ പള്ളിയുടെ മേടയിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അടുത്തുള്ള പാടത്ത് പണി ചെയ്യുന്ന അടിമകളുടെ കൃഷിപ്പാട്ട് കേട്ട് അദ്ദേഹം മല്ലപ്പള്ളിയിലെ ആംഗ്ലിക്കൻ പുരോഹിതനായിരുന്ന റവറൻ ജോർജ് മാത്തനെയും കൂട്ടി പാടത്തേക്ക് ചെന്ന് അടിമകളെ നേരിട്ട് കണ്ടു. അടിമകളെ 1850 കാര്യം. അവർ ഇവിടെ സവർണരുടെ അടിമകളായി. അവരെ കണ്ട് തിരിച്ചു പോകുവാൻ, അങ്ങനെ തന്നെ തിരിച്ചു പോകുവാൻ TG റാഗ്ലൻഡ് എന്ന് പേരുള്ള ആ ദൈവദാസന് കഴിഞ്ഞില്ല. അദ്ദേഹം ഹോക്സ്വർത്തിനെ കണ്ടു. തിരുവല്ലായിൽ പ്രവർത്തിക്കുന്ന CMS മിഷണറി. അദ്ദേഹവുമായി സംസാരിച്ചു. ഈ അടിമകളെ രക്ഷിക്കുവാൻ നമുക്കെന്ത് ചെയ്യുവാൻ? 1850 കഥയാണ്. അടിമകൾക്കന്ന് വിദ്യാഭ്യാസം ലഭിക്കില്ല. ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സാധ്യതയില്ല, അനുമതിയില്ല. അടിമകൾ അക്ഷരം പഠിക്കുവാൻ പാടില്ല. ഈ നാടിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. 1850 കഥ. അങ്ങനെ അവർ അടിമ സ്കൂൾ ആരംഭിച്ചു. ആദ്യത്തെ അടിമ സ്കൂൾ മല്ലപ്പള്ളി. യജമാനന്മാരുടെ വകയായിരുന്ന അടിമകൾ അക്ഷരം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ യജമാനന്മാർക്കത് സഹിച്ചില്ല. അവർ എങ്ങനെയൊക്കെ അതിനെ തടയാമോ അതിനെ തടഞ്ഞു. ഹാബേൽ പിതാവിന്റെ തലമുറയിൽപ്പെടുന്ന സഹോദരിയാണ്. എന്താ പേര്? ജെസി സഹോദരി. പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഷെഡ് അത് കത്തിച്ചു കളഞ്ഞു. അതെ, അടിമകൾ പഠിക്കണ്ട. ആ കത്തിച്ച ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചു അല്ലേ? ആ കത്തിച്ച ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചത്രേ. അങ്ങനെ അതെ, ആർക്കും കത്തിച്ച് കളയാൻ കഴിയാത്ത ഒരു വിശ്വാസം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മളാണ് കത്തിത്തീരേണ്ടത് ആ വിശ്വാസത്തിന് വേണ്ടി. അതെ, ആർക്കും ഇതിനെ ഒരു രാജ്യത്തും ആർക്കും കത്തിച്ച് കളയാൻ കഴിയില്ല. ആ ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാണ് ഇവിടുത്തെ ആരാധന. ഇവിടെയാണ് അത്രേ ആദോൽ പിതാവിനെ അടക്കിയിരിക്കുന്നത്. എനിക്ക് വളരെ രസകരമായൊരു കാര്യം മനസ്സിലേക്ക് വന്നു. ചിലരൊക്കെ പറയുന്നത്ര, എടാ നീ ഉണ്ടായ സമയത്ത് ഒരു തെങ്ങായിരുന്നെങ്കിൽ തേങ്ങായെങ്കിലും കിട്ടിയാന്. തമാശായിട്ടും കളിയാക്കാനുമായിട്ടൊക്കെ ആളുകൾ പറയുന്നത്. സത്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി മുടക്കിയത് പൊന്നും വെള്ളിയുമല്ല. നമുക്ക് വേണ്ടി യേശു നൽകിയത് സ്വന്തം രക്തമാണ്. അങ്ങനെ നമ്മളെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച നമ്മൾ ഫലം കൊടുക്കണ്ടേ? ഫലം 15-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. എനിക്ക് വലിയ കാറുള്ളതുകൊണ്ട്, വലിയ വീടുള്ളതുകൊണ്ട്, ഞാൻ അനേക ടൈറ്റിലുകൾ പ്രാപിച്ചതുകൊണ്ടൊന്നും യേശുവിൻ്റെ ശിഷ്യനാകുന്നില്ല. മറിച്ച് ഞാൻ ഫലം വരുത്തും. ആത്മാവിൻ്റെ ഫലം, ആത്മാക്കളെ നേടുന്ന ഫലം, അത് എന്നിലൂടെ എവിടെ ആത്മാക്കളില്ലയോ അവിടെ ഉണ്ടാകട്ടെ. ഡഗ്ലസും ഓക്സ്വർത്തും ഒക്കെ അതാണ് ചെയ്തത്. അതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം, ഐഡന്റിറ്റി. ഹോക്സ്വർത്ത് അടിമകൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു. എതിർപ്പുകളെ നേരിട്ടുപോയി. എൻ്റെ ഇമോഷൻസിനെ മറച്ചു വെക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. 1850 അടിമകളെ അക്ഷരം പഠിപ്പിക്കുവാൻ
യജമാനന്മാരുടെ സമ്പത്തായിരുന്ന അവരെ ദൈവവചനം പഠിപ്പിക്കുവാൻ ആരാണ് ഹോക്സ്വർത്തിനെയും മറ്റു മിഷനറിമാരെയും അവരെ ആരാണത് പഠിപ്പിച്ചത്? അവർ വായിച്ച, അവർ പഠിച്ച ദൈവവചനം. അതെ, യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കാണോ ഉയർച്ച, അതോ നമ്മളിലൂടെ മറ്റുള്ളവർക്കാണോ ഉയർച്ച ഉണ്ടാകേണ്ടത്? ഇന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13 അധ്യായം, അതിൽ സ്നേഹത്തിൻ്റെ പരിഭാഷയുണ്ട്. എന്താണ്? പ്രേം അപ്പന ഭലായി നഹി ചാത്ത. സ്നേഹം അതിൻ്റെ ഗുണം, സ്വന്തം ഗുണം അന്വേഷിക്കുന്നില്ല. അതിന് വേണ്ടത് സ്വന്തം ഗുണമല്ല, അതിന് കിട്ടേണ്ടത്, അയാൾക്ക് കിട്ടേണ്ട ഗുണം കിട്ടിക്കഴിഞ്ഞു. അത് യേശുവാണ്. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഡഗ്ലസും ഹോക്സ്വർത്തും ബെഞ്ചമിൻ ബെയ്ലിയും വില്യം കേറിയും കുക്ക് സായിപ്പുമൊക്കെ അവരുടെ നാടും വീടും സമ്പത്തും സൗകര്യങ്ങളും ബന്ധങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും ഒക്കെ ഉപേക്ഷിച്ചല്ലേ ഈ അടിമകളെ പഠിപ്പിക്കുവാൻ, അവരെ യേശുവിലേക്ക് നടത്തുവാൻ, എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് അവരെ ഉയർത്തുവാനായി ഈ നാട്ടിലേക്ക് കടന്നു വന്നത്. ഇതാ ഇവിടെ നല്ല ചൂടാണിപ്പോൾ. എൻ്റെ സ്കിന്നിൻ്റെ കളറ് ഈ ചൂടിന് പറ്റിയ കളറാണ്, എന്നിട്ടും ചൂടാണ്. അവർ വെള്ളക്കാർ. അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് യേശുവിൻ്റെ സ്നേഹം. അങ്ങനെ ഹാബേൽ പിതാവ് യേശുവിനെ സ്വീകരിച്ചു. അടിമയായിരുന്ന ഹാബേൽ പിതാവ് ആർക്കും സഹിച്ചില്ല. പഠിക്കുവാനായി ഉണ്ടാക്കിയ ആ ഷെഡ് അവർ കത്തിച്ചു കളഞ്ഞു, ഇവിടുത്തെ ഉയർന്ന ജാതിക്കാർ. എന്നാൽ യേശുവിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച ആ മനുഷ്യനും ആ മിഷനറിമാരും പിന്മാറിയില്ല. അവർ വീണ്ടും അതുണ്ടാക്കി. അതാണ് ഈ കോമ്പൗണ്ടിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ ചരിത്രം. അതാണ് പറഞ്ഞത്, ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ഈ നാടിനെ മാറ്റിയത് CMS മിഷനറിമാർ. ചോദിക്കട്ടെ, ഇവിടെ പെന്തക്കോസ്ത് മിഷനറിമാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? മർത്തോമക്കാരെന്ത് ചെയ്യുന്നു? ഇന്നത്തെ CSI ചർച്ച് മിഷന് വേണ്ടി ഇന്ന് നൽകുന്ന സംഭാവന എന്താണ്? മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങൾ, യേശുവിനെ ലഭിച്ചവർ എന്തു ചെയ്യുന്നു? യേശുവിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇന്ന് ഇവിടെ ആരെയും നമ്മൾ പഠിപ്പിക്കണ്ട. ഇന്നിവിടെ സമ്പൂർണ്ണ സാക്ഷരതയുണ്ട്. എന്നാൽ ഇന്നും ഉത്തരഭാരതത്തിൽ, അങ്ങ് നോർവേയിലല്ല, സ്വീഡനിലല്ല, അമേരിക്കയിലല്ല, ഇംഗ്ലണ്ടിലല്ല, ഉത്തരഭാരതത്തിൽ അവിടേക്ക് പോകുവാൻ വലിയ ചെലവില്ല, വിസയും വേണ്ട. അവിടേക്ക് പോയി എഴുത്തും വായനയും അറിയാത്ത, സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ, അവരെ തിരക്കി നമ്മൾ പോകുന്നുണ്ടോ? യേശുവിനെ നമ്മൾക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ വളർന്നോ? അതോ ഈ നാടിനെ, ഈ നാട്ടുകാരെ യേശുവിന് വേണ്ടി വളർത്തുവാൻ നമുക്ക് കഴിയുന്നു? ദൈവത്തിന് നന്ദി പറയുന്നു. ഹാബേൽ പിതാവ് അടിമകളുടെ ഇടയിൽ നിന്നും ഒന്നാമത് യേശുവിനെ അറിഞ്ഞ വ്യക്തി. അതെ, ഈ സ്ഥലമൊക്കെ ഇത് മിഷനറിമാരുടെ ത്യാഗത്തിൻ്റെ കഥ പറയുന്ന മണ്ണാണ്. ഇനിയും ഈ നാട്ടിൽ എഴുന്നേൽക്കുമോ? ഇവിടെ ഉണ്ടാകുമോ മിഷനറിമാർ? സ്വന്തം ലാഭത്തിനപ്പുറം മറ്റുള്ളവരുടെ ലാഭം നോക്കുന്ന, കാക്ഷിക്കുന്ന, സ്വയം എരിഞ്ഞടങ്ങുന്ന, ക്രൂശെടുത്തു പോകുന്ന, സ്വയത്തെ ത്യജിക്കുന്ന മിഷനറിമാർ ഉണ്ടാകുമോ ഈ നാട്ടിൽ? ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ആ മിഷനറിമാരുടെ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, ദീർഘവീക്ഷണത്തിൻ്റെ, വലിയ ദർശനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മുൻപിൽ അതേ ആദരവ് അർപ്പിക്കുന്നു. യേശുവിനോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എന്നെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയാക്കണമേ. ഗോഡ് ബ്ലെസ് യു.